ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതം കൂടി നമ്മൾക്ക് കാണുവാൻ ദൈവം അവസരം തന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാം തിരുവചനം. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നമ്മൾക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുവാൻ യാതൊരു മടിയുമില്ല. ആ ഇല്ലായ്മ എപ്പോഴും ഇല്ലായ്മയായി തന്നെ നിൽക്കും. എന്നാൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിനക്ക് സമൃദ്ധമായിട്ട് കിട്ടണമെങ്കിൽ നീ കൊടുക്കുവാൻ തുടങ്ങണം. നിനക്കുള്ള കഴിവുകൾ, നിനക്കുള്ള സമ്പത്ത്, നിനക്കുള്ള ജ്ഞാനം, നിനക്കുള്ള ആരോഗ്യം, എന്താണോ ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അത് മറ്റുള്ളവർ കൂടി കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ ആ ദൈവം ഈശോ വഴി വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിനക്ക് സമൃദ്ധമായിട്ട് അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ കയ്യിലേക്ക് ഇട്ടുതരും. നീ തമാശനായിരിക്കും കൊടുത്തത്, നീ ഈ ഒരു ശല്യം ഒഴിവാകട്ടെ എന്ന് പറഞ്ഞായിരിക്കും കൊടുത്തത്. പക്ഷേ നീ കൊടുക്കുമ്പോൾ ഉറച്ചു വിശ്വസിച്ചുകൊള്ളുക, നീ എന്തു കൊടുത്താലും അമർത്തിക്കുലുക്കി നിറച്ചളന്ന് തന്നെയായിരിക്കും പ്രതിഫലം നിൻ്റെ മടിയിലേക്ക് വീഴുന്നത്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. സന്തോഷത്തോടെ, പൂർണ്ണ സംതൃപ്തിയോടെ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ നിനക്ക് ദൈവം തന്ന അറിവായിരിക്കാം, നിനക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളായിരിക്കാം, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ധനമായിരിക്കാം. അത് ഉപയോഗിച്ച് നിൻ്റെ എളിയവരായ നിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങൾ കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കപ്പെടും. ഒരിക്കലും എനിക്കില്ല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളുടെ നാവ് ഒരിക്കലും ഉയരില്ല. സമൃദ്ധിയായിട്ട് നിറഞ്ഞ് അമർത്തിക്കുലുക്കി അവർ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ടുതരും. തരുന്നത് ദൈവം തന്നെയാണ്, മറ്റുള്ളവരിലൂടെ ആണെന്ന് മാത്രം. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതെന്തും അത് ദൈവത്തിനും മറ്റുള്ളവർക്കും നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുമ്പോൾ ആ ദൈവം നിങ്ങളുടെ മനസ്സ് കണ്ട് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഈ തിരുവചന ഭാഗം നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനായ ഈശോ മിശിഹ വഴി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൊടുക്കുവാനുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിൽ സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ. ആ കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.